ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നും ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മളൊരു യാത്രയിലാണ്, വീട്ടിലേക്കാണ് പോണത്. വീടിൻ്റെ അടുത്ത് വീട്ടിൽ കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാൻ പറ്റില്ല, തലേ ദിവസം ഫംഗ്ഷനായിട്ട് പോവുകയാണ് കേട്ടോ. മിസ് ചെയ്യാൻ പറ്റാത്തൊരു കല്യാണമാണ്. എന്താ പറയുക, ഞങ്ങൾ തിരൂർ വന്നപ്പോൾ മുതലുള്ള ഒരു കൂട്ടാണ് പ്രീതി ചേച്ചിയുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അവൾ ചെറുത് മുതൽ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, കല്യാണത്തിന് പോകാൻ പറ്റില്ല, കുറച്ച് ദൂരെയാണ്. അപ്പോൾ തലേ ദിവസം ഫംഗ്ഷനായിട്ട് പോവാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഒരു ഇളയതുമാരാണ്, അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരെ കാണാനായിട്ട്. നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്, പക്ഷെ ബ്ലോക്കിൽ പെട്ടു. അപ്പോൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്ക് നല്ല മഴയായി. അപ്പോഴേക്കും അവിടെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നാലും ഞാൻ വീട്ടിലേക്ക് എത്തിയതും നേരെ അപ്പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കാണാം. മരം വണ്ടി എന്തോ പ്രശ്നമായിട്ട് ബ്ലോക്കായതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് അപ്പം തന്നെ ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ വീടൊക്കെ എത്താറായി. പരിപാടി ഈ കാണുന്ന വെള്ള വീടാണ് കേട്ടോ പ്രീതി ചേച്ചിയുടെ. പക്ഷേ ഫംഗ്ഷൻ തൊട്ടപ്പുറത്ത് അനിയൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. സൗകര്യം അവിടെ ആയതുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ, സുജി ചേച്ചി, ശ്യാം ചേച്ചിയും. അപ്പോൾ പ്രീതി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇതാണ് പ്രീതി ചേച്ചി കേട്ടോ.
അങ്ങനെ സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെ ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ വീട്ടിൽ പോയിട്ട് അവരെ കൊണ്ടുവന്നു. അവർ വന്നിട്ടുണ്ടായിരുന്നില്ല, കഴിക്കേണ്ട സമയമായപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ സദ്യയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു. പാലട പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീടെത്തി. ഒരു സിനിമ ഇരുന്ന് കാണുകയാണ് കേട്ടോ, പടക്കളം. അപ്പോൾ അത് കണ്ടിട്ടില്ല, അപ്പോൾ അതിരുന്ന് കാണുമായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മഴയൊക്കെ ഒന്ന് സിനിമയുടെ ഇടയിലൊന്ന് പോയി നോക്കിയിട്ടൊക്കെ പോന്നു. അത് കഴിഞ്ഞ് മെല്ലെ അടുക്കളയിലേക്ക് പോയപ്പോൾ മോള് രാത്രിക്ക് നൂൽപുട്ടിനുള്ളത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും സമ്മതിക്കാറില്ല, കാരണം ഉള്ള പണി വേഗം തീർക്കാലോ എന്ന് വിചാരിക്കണ ഒരു ടൈപ്പാണ് ഞാൻ കേട്ടോ. പക്ഷെ അമ്മ അങ്ങനെയല്ല, അവർ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കും, ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ക്ഷമയില്ല കേട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തീരെ ക്ഷമയില്ല. അപ്പോൾ പക്ഷേ അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു കണക്കിന് നോക്കുമ്പോൾ ഹെൽപ്പാണ്, പക്ഷേ എനിക്കെന്തോ വേഗം ചെയ്ത് തീർക്കാലോ എന്ന് തോന്നുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് വെച്ച് രണ്ടാമത്തെ കുഴക്കലൊക്കെ അവൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവളങ്ങനെ ചെയ്യണം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.